ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ പ്രീവ്യൂ കാണുന്ന ഈ ഒരു പോസ്റ്റർ ആട്ടോ നമ്മളൊരു ഹാപ്പി ഓണം പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അലൈറ്റ് മോഷനിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എഡിറ്റിങ്ങിന് ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോ യൂസ്ഫുൾ ആവണേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്തിട്ട് കട്ടയ്ക്കാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം വൈകിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു 4:5 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് നടത്തു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാണ്. അതിനോട് ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ എന്നുള്ളത് കൊടുക്കുക. ശേഷം അതിൻ്റെ റേഡിയസ് നമ്മൾ 0 ആയിട്ട് ഇടുക. ശേഷം അതിൻ്റെ കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു റൗണ്ട് വരുന്ന ഈ ഒരു മോഡൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ സെൻട്രലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ സെൻട്രലായിട്ട് സെറ്റ് ചെയ്തു. ശേഷം നമ്മൾ ആ സെൻറ്ററിൽ നമ്മൾ ഒരു യെല്ലോ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടർ നമ്മൾ ഒരു ഓറഞ്ച് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഓവർലേ ബ്ലെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് സ്ട്രെച്ച് കോമ്പോസിഷൻ ഏരിയ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ബ്ലെൻഡിങ് സെലക്ട് ചെയ്തിട്ട് ലൈറ്റൺ കൊടുത്തിട്ട് ലൈറ്റൺ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാവേലിൻ്റെ ഒരു PNG ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവേലിൻ്റെ PNG ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം സ്കെയിൽ ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ സൈസ് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, ശേഷം ഒന്ന് മൂവ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കഴിച്ച് അടുത്തായിട്ട് നമുക്കൊരു തെങ്ങിൻ്റെ ഷാഡോ നമുക്ക് കൊടുക്കണം. അതിനുവേണ്ടി ജസ്റ്റ് മീഡിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു തെങ്ങിൻ്റെ ഒരു PNG ഉണ്ട്, ഇതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ശേഷം നമ്മളൊരു ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ട് അതൊന്ന് സ്കെയിലൊന്ന് ചെറുതാക്കിയിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അതൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ മാവേലിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഏകദേശം ഒരു 50% ആയിട്ട് സെറ്റ് ചെയ്യുക. ശേഷം അത് വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇവിടെ ആയിട്ട് നമ്മളൊന്ന് വലുതായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം അതൊന്ന് ക്രോപ്പ് ചെയ്യണം. അതിനുവേണ്ടി ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക, മാറ്റ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു വൈപ്പ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ നമ്മൾ 98 കൊടുത്ത് സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ എൻഡ് സെലക്ട് ചെയ്തിട്ട് ആ എൻഡിൻ്റെ വാല്യൂ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. എറൈസായി പോകുന്ന പോലെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യുക. ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു ഹാപ്പി ഓണം എന്നുള്ള ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു മീഡിയ സെലക്ട് ചെയ്യുക, ഹാപ്പി ഓണം എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാവേലിൻ്റെ ഈ ഒരു കാലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് ഒരു മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നുള്ള ഒരു PNG നമ്മൾ ആഡ് ചെയ്തു. ശേഷം ഒന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫർ വന്നിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. അതിൽ ജസ്റ്റ് ഒരു ഷാഡോ നമുക്ക് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഗൈസ്, ഇപ്പോൾ ആഡ് ചെയ്ത ലെയറിൻ്റെ ബാക്കിൽ നമുക്കിനൊരു ബോർഡർ സെറ്റ് ചെയ്യണം കേട്ടോ. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്യുക. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു ലെയർ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം അതൊന്ന് സൈസ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് ആക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ഡയറക്ഷണൽ ബ്ലർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഈ സ്ട്രെങ്ത് എന്നാണ്, ഈ സ്ട്രെങ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. 0.20 ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ആ ലെയർ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ആ തെങ്ങിൻ്റെ ഒക്കെ താഴെയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ മറ്റുള്ള സോഷ്യൽ മീഡിയ ഐഡിയ ഒക്കെ നമുക്ക് ഇവിടെ താഴെയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഫൈനലി ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ കറൻറ്റ് ഫ്രെയിം ആസ് PNG എന്നാണ്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുത്താൽ ഇത് നമുക്ക് സേവ് ചെയ്തെടുക്കാം.